എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹൈദർഖാൻ്റെ സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മൈൻഡിൽ വന്ന ചെറിയൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ള രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത്. രണ്ട് രീതിയിലാണ് ആൾക്കാർ വീട് വെക്കുന്നത്. അതായത് ജസ്റ്റ് ഫോർ ഷെൽട്ടറും, പിന്നെ ഒരു വിഭാഗം ഉള്ളത്, ഒരു വിഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഷെൽട്ടർ കിട്ടുക എന്നുള്ളതാണ്. അവർക്കൊരു എന്താ പറയുക, താമസിക്കാനുള്ളൊരു ചെറിയൊരു വെയിലൊന്നും കൊള്ളാതെ കടന്നുറങ്ങാൻ പറ്റുന്ന ജസ്റ്റ് ഒരു പാർപ്പിടം. അതാണ് ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ, ഒരു കാറ്റഗറി ആൾക്കാർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരാണ്, അങ്ങനത്തെ ടൈപ്പ് ഓഫ് പീപ്പിൾസ് ആണ്. അപ്പോൾ അവർക്ക് എന്താ പറയുക, ജസ്റ്റ് ഒരു ഷെൽട്ടർ എന്നുള്ളൊരു മൈൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു വിഭാഗം ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു എക്സ്പീരിയൻസ് പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു റിസോർട്ടിൽ എന്തിനാ പോകുന്നത്, നമ്മളെ മൈൻഡ് ഒന്ന് ഫ്രീ ആവണം. അതേപോലെ തന്നെ നമുക്കൊന്ന് എന്തിനാ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ മൈൻഡ് ഒന്ന് ഫ്രീ ആവണം, ഒന്ന് റിലാക്സ് ആവണം. അപ്പോൾ അതാണ് നമ്മളൊരു എക്സ്പീരിയൻസിനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വീട് വെക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വീട് എക്സ്പീരിയൻസ് ലഭിക്കുന്ന, അതായത് നമ്മളുടെ എനർജി ലെവൽ കൂട്ടാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന വീടാവണോ വേണ്ടേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്ലൈന്റിന്റെ അടുത്ത് പോയി, അതൊരു ചെറിയ വീടാണ്. അപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് 1200 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീടുകൾ ചെയ്യാൻ വേണ്ടി പോകും. അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ജോബാണ്, അല്ലെങ്കിൽ നമ്മളതിലൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്. അപ്പോൾ വലിയ വീട് മാത്രമേ, നമ്മളിപ്പോൾ 7000 സ്ക്വയർ ഫീറ്റും 5000, ഇപ്പോൾ ഈ ഹൈദർഖാൻ്റെ സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5600 ആണ് പോർച്ചില്ലാതെ വരുന്നത്. അത് വർക്ക് വരുമ്പോൾ നമ്മളൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഭാഗമായിട്ട് ഞാൻ അവിടെ ചെല്ലും. നമ്മളൊരു ചാർജ് ഒന്നും വാങ്ങാറില്ല അതിന്. ഒരു ബിലോ 1000 സ്ക്വയർ ഫീറ്റിന്റെ വീട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ടാണ് കുറേ ചെയ്ത് കൊടുക്കാറുള്ളത്. അത് സപ്പോർട്ട് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു സ്കീമൊക്കെ നമ്മൾ അതിന് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സൊസൈറ്റിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സൈറ്റ് പോയ സമയത്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് കൂടുതൽ അനുഭവപ്പെട്ടത്. ഞാൻ ആളോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്, കുറച്ച് ടൈറ്റ് ആക്കാൻ സ്പേസസ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ആണെന്നുണ്ടെങ്കിലും 1200 സ്ക്വയർ ഫീറ്റ് ആണെന്നുണ്ടെങ്കിലും, ഇനി അതല്ല 900 സ്ക്വയർ ഫീറ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്കത് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ രീതിയിൽ ഒരു ഫസ്റ്റ് ഫ്ലോർക്ക് 2 റൂം വേണം, പിന്നെ താഴത്തേക്ക് 2 മീൻസ് ഗ്രൗണ്ട് ഫ്ലോറിൽ വേണം. പിന്നെ അവർ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതിലുണ്ടായിരുന്നത്. ആകെ 1000 സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടുത്തും വേണം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ വലിയൊരു വീട് ചെയ്തിടും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫർണിച്ചേഴ്സ് ഉണ്ടാവില്ല. അത് അതിൻ്റെതായിട്ടുള്ള ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഫുൾ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയക്കാർ, മീൻസ് ചെറിയ ചെറിയ റൂമുകളൊക്കെ, റൂം 1-2 ഉണ്ട് 3 ഉണ്ട് എന്നൊക്കെ പറയാൻ പറ്റും, പക്ഷേ അത് കൺജസ്റ്റഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു കൊടുത്ത്, എന്ത് ചെയ്യുന്നത് ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അത് നല്ല ഫർണിഷിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാൻ ഇല്ല എന്നല്ല പറയണത്. അപ്പോൾ ഇതിന്റെ മൈൻഡിൽ വന്നപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സമയത്ത് കുറച്ച് നന്നായിട്ട് ജീവിക്കും. പിന്നെ അടുത്ത ഫണ്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോർക്ക് ചെയ്യാമല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ ആ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്ത്, അപ്പോൾ എപ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വെറുതെ ഒരു ചട്ടക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ട്, അതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, അന്ന് അത് മതിയായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ സാധാരണ ഫാമിലിയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സോൾവ് ചെയ്യാനുള്ള രീതിയിൽ വേണം നമ്മളെ വീട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഏത് ടൈപ്പിലുള്ള വീടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ജസ്റ്റ് ഒരു തോട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ. ഞാൻ ചെറിയൊരു കാര്യം വിട്ടുപോയി. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെറിയ വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്ന വീടായിട്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ സീറോ സ്റ്റുഡിയോ മഞ്ചേരിയുള്ളവർ അങ്ങനെ ചെറിയ 1-2 വീട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല നല്ല കൺസെപ്റ്റാണ്. അത് വളരെ സിമ്പിളായിട്ടുള്ള മിനിമലായിട്ടുള്ള ഇൻറ്റീരിയർ കാര്യങ്ങൾ ചെയ്തിട്ട് ആ സ്പേസിൻ്റെ ക്വാളിറ്റി കൂട്ടിയ കാര്യങ്ങൾ ഞാൻ അതിൻ്റെ കേസ് സ്റ്റഡി ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, സീറോ സ്റ്റുഡിയോ. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പ്രൊജക്റ്റുകൾ അങ്ങനെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് ഇതിപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് എന്നുള്ളതല്ല അതിൽ പ്രശ്നം. 1000 സ്ക്വയർ ഫീറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു റിസോർട്ട് വൈബ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നും അതിൽ പറയണമെന്ന് കരുതി. പിന്നെ
താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് മുഹമ്മദ് അൻസീർ സൈനിങ് ഔട്ട്.